തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന് കനത്ത തിരിച്ചടി. AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് AC മൊയ്തീൻ MLA. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ട് ജില്ലയിൽ തുടരുന്നു. കുന്നംകുളത്ത് കുക്കറിലെ ചോറിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ചാലക്കുടിയിൽ ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. കാലവർഷം സജീവമായതോടെ ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. മണലൂരിൽ മരം കടപുഴകി വീണ് യുവാവ് മരിച്ചു. ചെങ്ങാലൂരിൽ കിണറും പൂക്കോട് വീട്ടുമതിലും ഇടിഞ്ഞു വീണു. പാലപ്പള്ളിയിൽ വിനോദയാത്രാ സംഘം മധ്യവയസ്കനെ കുത്തി പരിക്കേൽപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി അബ്ദുൽ ഖാദറിനാണ് കുത്തേറ്റത്. 3 പേരെ പോലീസ് പിടികൂടി. ജില്ലയിൽ ട്രോളിംഗ് നിരോധനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 9 മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. ചന്ദ്രാപിന്നിയിൽ കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന വ്യാപാരിയുടെ സ്വർണമാല കവർന്നു. ചന്ദ്രാപിന്നി സ്വദേശി മനോഹരന്റെ 2.5 പവന്റെ സ്വർണമാലയാണ് കവർന്നത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന് കനത്ത തിരിച്ചടി. സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷണം. കൊച്ചിയിലെ PMLA കോടതിയുടേതാണ് നിരീക്ഷണം. K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA അടക്കമുള്ള പ്രതികൾ ജൂലൈ 4-ന് ഹാജരാകണം. 28 പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. കുറ്റം നിലനിൽക്കില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. ക്രമരഹിതമായി വായ്പ അനുവദിച്ചു, ഒരേ ഈടിൽ വ്യത്യസ്ത വായ്പകൾ അനുവദിച്ചു, കള്ളപ്പണം വെളുപ്പിച്ചു തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. കരുവന്നൂർ ബാങ്കിൽ നടന്നത് 100 കോടിയുടെ തട്ടിപ്പാണെന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചത്. പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഓരോ പ്രതിയുടെയും പേരിൽ 17 കേസുകളാണുള്ളത്. കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 324 കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നാണ് കണ്ടെത്തിയത്. 83 പേരെ ED പ്രതി ചേർത്തു. ഇതിൽ CPM പാർട്ടിയും പ്രതിയാണ്. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 31 പേരിൽ 13 പേരെ മാത്രമാണ് ED പ്രതികളാക്കിയത്. പ്രതിപ്പട്ടികയിലുള്ള CPMന്റെ സ്വത്തടക്കം 53 പേരുടെ 128 കോടി വില വരുന്ന വസ്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. PMLA കോടതി പരാമർശത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് AC മൊയ്തീൻ MLA. PMLA കോടതി പ്രോസിക്യൂഷന്റെ വാദമാണ് അംഗീകരിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് ഇത്. കേസിനെ രാഷ്ട്രീയമായി BJPയും UDFും ഉപയോഗിക്കുന്നു. സംഘടനയെ പ്രതിയാക്കുന്നതിന് എന്ത് ന്യായമാണ് ഉള്ളത്? ഇതിനു മുകളിലും കോടതിയുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന ED അന്വേഷണങ്ങളിൽ BJPക്ക് പങ്കുണ്ട് എന്നും AC മൊയ്തീൻ പറഞ്ഞു. ED നേരത്തെ തന്നെ ഞാനും രാധാകൃഷ്ണനും വർഗീസും പാർട്ടിയും ഒക്കെ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ EDയുടെ അതിനെ ചോദ്യം ചെയ്യാണ് ഞങ്ങൾ ചെയ്തത്. പ്രതിസ്ഥാനത്ത് നിന്ന് സ്കോർ ചെയ്യാൻ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നിയമാനുസൃതമുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. PMLA കോടതി പ്രോസിക്യൂഷൻ്റെ വാദമാണ് അംഗീകരിച്ചത്. കൂടുതൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. കുന്നംകുളത്ത് ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി കുക്കറിലെ ചോറിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് അടുപ്പുട്ടി സ്വദേശി തെങ്ങിങ്കൽ വീട്ടിൽ ബിനീഷിനെ അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രദേശത്ത് വീടുകളിൽ പരിശോധന നടത്തുന്നതിനിടയിൽ അടുക്കളയിൽ നിന്നും കുക്കർ വിസിലടിച്ചപ്പോൾ കഞ്ചാവിന്റെ മണം ലഭിച്ച വീട്ടിൽ പോലീസ് കുക്കർ പരിശോധിച്ചതിൽ ചോറിൽ നിന്നും കഞ്ചാവ് പൊതി കണ്ടെത്തുകയായിരുന്നു. 400 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി കൂടപ്പുഴയിൽ നിന്ന് അതിമാരക മയക്കുമരുന്നായ ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ആസാം സ്വദേശി ജാഫർ അലിയാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. മണലൂരിൽ ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് യുവാവിന് ദാരുണാന്ത്യം. തൃപ്രണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണു ആണ് മരിച്ചത്. വീടുപണിയുടെ ഭാഗമായി വീടിനോട് ചേർന്ന ഓലഷെഡിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു വിഷ്ണു. ശക്തമായ കാറ്റിൽ പറമ്പിലുണ്ടായിരുന്ന മരം ഷെഡിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെയാണ് വിഷ്ണുവിനെ മരത്തിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.
വാർഡംഗം സുധർമ്മൻ, നാട്ടുകാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുർജിത്ത് തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണമ്പേട്ട പൂക്കോട് കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. നെടുമാത്തുമ്മൽ ശ്രീകാന്തിന്റെ വീടിന്റെ പുറകുവശത്തെ മതിലാണ് ഇടിഞ്ഞത്. 3 മാസം മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് മതിലാണ് തകർന്നു വീണത്. 50 മീറ്ററിലേറെ നീളത്തിലുള്ള മതിൽ 5 അടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. കനത്ത മഴയിൽ ചെങ്ങാലൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചെങ്ങാലൂർ മറവാഞ്ചേരി പൊന്മാണിശ്ശേരി അന്തോണിയുടെ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞത്. വീടിനോട് ചേർന്നുള്ള കിണർ പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴുകയായിരുന്നു. കിണറിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ പമ്പ് സെറ്റും പൈപ്പുകളും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കിണറിനുള്ളിലേക്ക് പതിച്ചു. മണ്ണും അവശിഷ്ടങ്ങളും കിണറിലേക്ക് വീണ നിലയിലാണ്. ജില്ലയിൽ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മലയോര തീരദേശ മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മധ്യ കിഴക്കൻ അറബിക്കടലിൽ ഗോവ തീരത്തിന് മുകളിലെ ചക്രവാത ചുഴി നിലവിൽ തീരദേശ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി നിലകൊള്ളുന്നു. വടക്കൻ ആൻഡമാൻ കടലിന് മുകളിലുണ്ടായിരുന്ന ചക്രവാത ചുഴി മ്യാൻമറിനും അതിനോട് ചേർന്നുള്ള ആൻഡമാൻ കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷം ശക്തമായതോടെ തീരപ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളം ഒഴുകിപ്പോകുന്നതിനായി അറപ്പ തുറന്നു. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് ഇരു പഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് അറപ്പ തുറന്നത്. പെരുന്തോട് ഉൾപ്പെടെയുള്ള തീരപ്രദേശത്തെ ജലസ്രോതസ്സുകൾ നിറഞ്ഞൊഴുകുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്നതിനായാണ് അറപ്പ തുറക്കുന്നത്. ദിവസങ്ങളായി പെയ്യുന്ന മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. അറപ്പത്തോട് കടലിലേക്ക് തുറന്നുവിടുന്നതോടെ തീരമേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാകുകയാണ് പതിവ്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. കനത്ത മഴയിൽ തിരുവല്ലുവാമല ഗോപിക സ്റ്റോപ്പിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു. പഴയന്നൂർ തിരുവല്ലുവാമല റോഡിൽ അരമണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. മരം നിന്നിരുന്ന സ്ഥലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ചായക്കടയും ഉണ്ടായിരുന്നുവെങ്കിലും ആളപായമില്ല. കനത്ത മഴയിൽ ദേശീയപാത തിരുവത്ര മേഖലയിൽ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. തിരുവത്ര സൈഫുള്ള റോഡിന് സമീപവും അത്താണി കിഴക്ക് സർവീസ് റോഡിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. അത്താണി കിഴക്ക് നിരവധി വീട്ടുപറമ്പുകളിലേക്കും വെള്ളം കയറി. കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെയുള്ളവർക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. ദേശീയപാത അധികൃതർ കാന നിർമ്മിച്ചെങ്കിലും ഇതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അത്താണിയിൽ കാനയിൽ നിന്ന് വലിയ രീതിയിൽ മുകളിലേക്ക് വെള്ളം കയറുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.
ശക്തമായ മഴയിൽ വരവൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ തെക്കുഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. മഴ കനത്തതോടെ മണ്ണിലേക്ക് വെള്ളമിറങ്ങി ഭിത്തിയുടെ അടിത്തറ ഇളകിയതാണ് തകർച്ചയ്ക്ക് കാരണം. കരിങ്കല്ലും മണ്ണും കുളത്തിലേക്ക് പതിച്ചിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾക്കും ഭക്തരുടെ ഉപയോഗത്തിനുമായുള്ള പ്രധാന കുളമാണ് ഇത്. സംരക്ഷണ ഭിത്തി തകർത്തത് കുളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കനത്ത മഴയിൽ തൃപ്രയാർ സെന്ററും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ബസ് സ്റ്റാൻഡും ദേശീയപാതയുടെ സർവീസ് റോഡുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗതവും താറുമാറായി. തൃപ്രയാർ സെന്ററിൽ ദേശീയപാതയിലെ മേൽപ്പാലത്തിനടിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതോടെ ഇരുചക്രവാഹന യാത്രക്കാരും കാൽനടക്കാരും ദുരിതത്തിലായി. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും വെള്ളം നിറഞ്ഞു. പ്രധാന റോഡുകളിൽ നിന്നുള്ള വെള്ളം സർവീസ് റോഡുകളിലേക്ക് എത്തിയതോടെയാണ് താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത്. കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുഴയിൽ ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് തയ്യൂർ ആലുക്കൽ ചിറ താൽക്കാലിക ബണ്ട് റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പണിത താൽക്കാലിക ബണ്ട് റോഡ് തകർച്ചാ ഭീഷണിയിലുമാണ്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പുഴയിലെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് നിർത്തിവെച്ചു. പാലത്തിന് സമീപം താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് റോഡിന് മുകളിലൂടെയും വെള്ളം ശക്തമായി ഒഴുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ബണ്ടിന് വിള്ളലുകൾ സംഭവിച്ച് ഇതിലൂടെയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബണ്ട് റോഡ് ഏതു നിമിഷവും തകർന്നൊഴുകിപ്പോകാവുന്ന അവസ്ഥയിലാണ്. ഒഴുക്കു ശക്തമായതിനെ തുടർന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. പാലത്തിന്റെ മെയിൻ സ്ലാബ് വാർപ്പിനുള്ള പണികളാണ് നടന്നിരുന്നത്. വാർപ്പിനുള്ള കമ്പികൾ കെട്ടിക്കഴിഞ്ഞു. എന്നാൽ ബണ്ടിന് മുകളിലൂടെ വെള്ളം കുത്തിയൊഴുകി വരുന്നതിനാൽ വാർപ്പിന്റെ സ്ട്രക്ചർ താങ്ങി നിർത്തിയിരിക്കുന്ന ജാക്കികൾക്കും റാഡുകൾക്കും ഇരുമ്പ് സ്പാനുകൾക്കും ചില ഭാഗങ്ങളിൽ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. കാലുകൾ ചിലത് ഒഴുകിപ്പോയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. മഴ ശക്തമാകുമ്പോൾ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. അതിനാൽ തന്നെ പരിസരത്തുള്ള വീട്ടുകാർ ഭീതിയിലാണ്. പാലത്തിന് തൊട്ടടുത്തുള്ള വീട്ടുകാർ താമസം മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. മഴ ശക്തമായതിനെ തുടർന്ന് വടക്കാഞ്ചേരി കേച്ചേരി പുഴയിലെ തടയണകളുടെ ഷട്ടറുകൾ ഉയർത്തിയതാണ് പ്രദേശത്ത് നീരൊഴുക്ക് ശക്തമാകാനും വെള്ളം ഉയരാനും ഇടയാക്കിയത്. പുഴയിലെ ഒഴുക്ക് ശക്തമായാൽ സ്ലാബ് വാർപ്പിന്റെ സ്ട്രക്ചറിന് കൂടുതൽ തകരാറുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആലിക്കൽ ചിറ പ്രദേശത്തെ ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും കോൺഗ്രസും രംഗത്തെത്തി. ആലുക്കൽ ചിറ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണും പുഴയിലേക്ക് നിൽക്കുന്ന മുളങ്കൂട്ടങ്ങളും മരങ്ങളുടെ ശിഖരങ്ങളും വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം ഷാജി വർഗീസ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തും ഇറിഗേഷനും തക്ക സമയത്ത് നടപടികൾ സ്വീകരിക്കാത്തതുമൂലം മഴ ശക്തമായപ്പോൾ പ്രദേശത്തെ ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു 5-8 ലോഡ് മണ്ണ് ഒരു സൈഡിലായിട്ട് കൂമ്പാരം കൂട്ടി കിടന്നിരുന്നു. ഒരു മാസം മുന്നേ തന്നെ ഈ മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് വാർഡ് മെമ്പർ എന്ന നിലയിൽ പഞ്ചായത്തിലേക്ക് ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇറിഗേഷന് കൊടുക്കാമെന്നും ആ മണ്ണ് ഇതുവരെ മാറ്റാത്തതിനാൽ ഇവിടെ വെള്ളക്കെട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ്. ഏതു സമയവും വെള്ളം കയറുമെന്നുള്ള ഭീഷണിയിലാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലായി 10-30 വീടുകളാണ് ഇവിടെ നിന്നും മാറി താമസിച്ചിട്ടുള്ളത്. ഇത് പഞ്ചായത്തിന്റെ ഒരു അനാസ്ഥയാണ്. വർഷക്കാലത്ത് സാധാരണ വെള്ളം കയറാറുള്ള പ്രദേശമാണിത്. പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും ഈ പ്രദേശത്തെ നിവാസികൾ വെള്ളം കയറുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുപരി ഇപ്പോൾ ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് പുഴയുടെ ഇരുവശങ്ങളും മണ്ണും അതുപോലെ തന്നെ പാലം പണിക്കുള്ള മെറ്റീരിയലുകളും അടിച്ച് വെള്ളം വല്ലാതെ തടസ്സപ്പെടുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ പുഴയിലുള്ള മറ്റു മണ്ണുകളും മറ്റു തടസ്സങ്ങളും മാറ്റാൻ പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ട് അതിന് വേണ്ട ഒരു നടപടിയും കൈകൊണ്ടില്ല എന്നുള്ള ഖേദകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താണ്. കാരണം ഇപ്പോൾ മഴ ശക്തിയായി പുഴയിൽ വെള്ളം കൂടി തുടങ്ങി. പ്രദേശവാസികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ ജീവിതം വളരെ ദുസ്സഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമയബന്ധിതമായി പാലം പണി തീർക്കാത്തതുമൂലം വെള്ളം ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും വെള്ളപ്പൊക്ക ഭീഷണിയിൽ വീട് മാറിപ്പോകേണ്ട അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വർഷക്കാലായാല് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ വാടകയ്ക്ക് പോവാണ്. വെള്ളം വന്ന് ഇവിടെ മണ്ണ് കൂടി കിടക്കുകയാണ്. ആ മണ്ണ് വേനൽക്കാലത്ത് എടുത്തു പോകാൻ വേണ്ടി വേലൂര് പഞ്ചായത്തിലും
എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഞങ്ങൾ പറയാറുണ്ട്. 18 തുടങ്ങിയിട്ടുള്ളതാണ് ഞങ്ങൾ ഈ ദുരിതങ്ങൾ. എങ്ങനെയാ മണ്ണ് ഇവിടുന്ന് കയറ്റി പോവാൻ പാകച്ചിങ്ങ് അത് എത്രയും പെട്ടെന്ന് നോക്കണം. ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞു, ഇത്രയും മണ്ണോളം ഇവിടെ കൂമ്പാരം കൂടിയിട്ട് നിന്ന് കിടക്കുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ജലനിരപ്പ് ഉയർന്നതോടെ കണക്കൻകടവിലെ താൽക്കാലിക മണൽ തടയണ പൊട്ടിച്ചു. മണൽ തടയണ പൊട്ടിച്ചതോടെ കുഴൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ചയുണ്ടായ വെള്ളക്കെട്ട് ഒഴിഞ്ഞു. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോഴാണ് തടയണയുള്ളതിനാൽ തോടുകളിലൂടെ വെള്ളം കയറിയത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാണ് കോഴിത്തുരുത്ത് ഭാഗത്ത് നിർമ്മിച്ചിരുന്ന തടയണ പൊട്ടിച്ചത്. അതേസമയം കണക്കൻകടവിലെ ഒരു ഷട്ടർ ഏറെ നാളായി തകർന്ന് ഒഴുകി നീങ്ങിയ നിലയിലാണ്. ഒഴുക്ക് വർദ്ധിക്കുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി ഷട്ടർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പാലപ്പള്ളിയിൽ വിനോദയാത്രാ സംഘം സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി പള്ളിയാലിൽ വീട്ടിൽ അബ്ദുൽ ഖാദറിനാണ് കുത്തേറ്റത്. കഴുത്തിലും വയറിലും കുത്തേറ്റ അബ്ദുൽ ഖാദറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കാരളം സ്വദേശികളായ പുഴേക്കടവിൽ ആദിത്ത്, പുഴേക്കടവിൽ രോഹിത്ത്, പള്ളിക്കുടത്ത് റോഷൻ എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 പാലപ്പള്ളി കാരികുളം റോഡിലായിരുന്നു സംഭവം. കാർ റോഡിലേക്ക് കയറ്റിയിട്ട് റീൽസ് എടുക്കുന്നത് കണ്ട് സ്കൂട്ടറിൽ വരികയായിരുന്ന അബ്ദുൽ ഖാദർ കാർ ഒതുക്കിയിടാൻ പറഞ്ഞതാണ് തർക്കത്തിനിടയാക്കിയത്. കാർ ഓടിച്ചിരുന്ന ആദിത്താണ് തർക്കത്തിനിടെ കത്തിയെടുത്ത് കുത്തിയത്. സംഭവം കണ്ട യുവാവാണ് സമീപത്തുള്ള പെട്ടിക്കടക്കാരനെ വിവരമറിയിച്ച് ഓട്ടോയിൽ കയറ്റി കുത്തേറ്റയാളെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവശേഷം ചിമ്മിനി ഡാം ഭാഗത്തേക്ക് പോയ കാർ യാത്രക്കാരെ എച്ചിപ്പാറയിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിനെ കൈമാറുകയായിരുന്നു. സമീപത്തെ തോട്ടിൽ കൈകഴുകിയ ശേഷം കത്തി റബ്ബർ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാണ് ഇവർ ചിമ്മിനി ഡാം ഭാഗത്തേക്ക് പോയത്. വലിച്ചെറിഞ്ഞ കത്തി പോലീസ് കണ്ടെടുത്തു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടി DYSP KP ബെന്നി, വരന്തരപ്പള്ളി SHO KN മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലയിൽ ട്രോളിംഗ് നിരോധനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 9 മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. ചൊവ്വാഴ്ച മുതൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി വിവിധ നടപടികൾ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ഇതര സംസ്ഥാന ബോട്ടുകൾ തീരം വിടുന്നുവെന്ന് ഉറപ്പാക്കും. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കും. നിരോധന കാലയളവിൽ കടൽ പട്രോളിംഗിന് ജില്ലയിൽ 2 ബോട്ടുകളും FRP വള്ളങ്ങളും വിന്യസിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 8 യുവാക്കളെ കടൽ സുരക്ഷാ സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ചന്ദ്രാപിന്നി സെന്ററിൽ കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്നു. കോലാന്ത്ര സ്റ്റോഴ്സ് നടത്തുന്ന ചന്ദ്രാപിന്നി സ്വദേശി കോലാന്ത്ര മനോഹരന്റെ 2.5 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. കടയടച്ച ശേഷം വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് പിന്നിലൂടെ എത്തിയ ആൾ മാല പൊട്ടിച്ച് ഓടിയതെന്ന് വ്യാപാരി പറഞ്ഞു. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. പുന്നയൂർക്കുളം സ്വദേശി
മുടവത്തേയിൽ വീട്ടിൽ മുഹമ്മദ് കുട്ടി ഭാര്യ സുലൈഖയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയിൽ വീണ്ടും കൂട്ടരാജി. പന്നിത്തടം ബ്രാഞ്ച് സെക്രട്ടറി വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ നീണ്ടൂർ ഉൾപ്പെടെ 13 പേരാണ് രാജിവെച്ചത്. മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗത്തിന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മണ്ഡലം കമ്മിറ്റി അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടും നടപടിയെടുക്കാൻ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല എന്നും ഫണ്ട് തിരിമറി നടത്തിയതായി ആരോപണമുള്ള കടങ്ങോട് മുൻ ലോക്കൽ സെക്രട്ടറിക്കെതിരെയും നടപടിയെടുക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചാണ് രാജി. ആദ്യ സംഗമം സംഘടിപ്പിച്ചു. AISF സംസ്ഥാന സെക്രട്ടറി A. അധിൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പാറേരി, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ, CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ, AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം എന്നിവർ സംസാരിച്ചു. മുൻമന്ത്രി ഡോക്ടർ R. ബിന്ദുവിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി സൈബർ സെല്ലിൽ പരാതി നൽകി. മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള വ്യാജ AI വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ചാണ് പരാതി നൽകിയത്. അശ്ലീല ആംഗ്യമുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലായത്. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ നാട്ടുകാരുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും നൽകാതെയാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പ്ലാന്റിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം മൂലം വീടുകളിലും സമീപത്തുള്ള ആരാധനാലയങ്ങളിലും ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് MLA കത്തിൽ ചൂണ്ടിക്കാട്ടി. തളി പ്രദേശത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച അർബൻ വിങ്സ് എന്ന പൊഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് അതിന് മറ്റ് ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വലിയ ഈ തുടക്കം കുറിക്കുമ്പോൾ തന്നെ നാടിനെയും പഞ്ചായത്തിനെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ തുടക്കം കുറിച്ചിട്ടുള്ളത്. കെട്ടിടം മാത്രമാണ് പണിയാൻ പോകുന്നത് എന്ന് പഞ്ചായത്തെ തെറ്റിദ്ധരിപ്പിക്കും. പിന്നീട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഇങ്ങോട്ട് ഒന്നും തന്നെ മുമ്പോട്ട് നീക്കാതെ അത് തടഞ്ഞു വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അതിന് കോടതി മുഖാന്തരം വന്ന് കോടതി വിധി സംഭവത്തോടുകൂടിയാണ് അതിൻ്റെ പ്രവർത്തന അനുമതി അവർ നേടിയെടുത്തത്. തായ്ലൻഡിന്റെ പരമ്പരാഗത ആയോധന കലയായ മുവായ് തായ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മാള സ്വദേശി EH ഹർഷിൽ സ്വർണ്ണ മെഡൽ നേടി. 75 കിലോയിൽ താഴെയുള്ള വിഭാഗത്തിലാണ് മാള പൂപ്പത്തി സ്വദേശി ഏരിമൽ ഹരിദാസിന്റെയും ഷീജയുടെയും മകൻ 22കാരനായ ഹർഷിൽ സ്വർണ്ണ മെഡൽ നേടിയത്. മെയ് 28 മുതൽ ജൂൺ 1 വരെ ശ്രീലങ്കയിൽ നടന്ന ഗെയിംസിലാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി സ്വർണ്ണ മെഡൽ നേടിയത്. പൂവത്തുശ്ശേരി സ്വദേശി ജോയ്സ് വർഗീസാണ് പ്രധാന പരിശീലകൻ. മുഖ്യമന്ത്രിക്ക് ത്രെഡ് ആർട്ടിൽ തയ്യാറാക്കിയ ഛായാചിത്രം സമർപ്പിച്ച് അടാട്ട് സ്വദേശി. അടാട്ട് ചിറ്റിലപ്പള്ളി വീട്ടിൽ പ്രീമയുടെ മകൻ ബിനിൽ ബിനോയ് ആണ് മുഖ്യമന്ത്രി VD സതീശന് അദ്ദേഹത്തിന്റെ ഛായാചിത്രം ത്രെഡ് ആർട്ടിൽ തയ്യാറാക്കി സമ്മാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിൽ സമ്മാനിക്കാൻ വേണ്ടിയാണ് ബിനിൽ ഇത് തയ്യാറാക്കിയത്. എന്നാൽ ജൂൺ 5 സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സമ്മാനിക്കാനാണ് അവസരം ലഭിച്ചത്. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥിയാണ് ബിനിൽ. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനോടി റോഡിൽ കുണ്ടും കുഴികളും നിറയുന്നു. പഞ്ചായത്തിലെ 14, 16 വാർഡുകളുടെ അതിർത്തിയിലുള്ള ഭാഗത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളേറെയായിട്ടും അറ്റകുറ്റപ്പണികൾക്കുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. മലയോര ഗ്രാമങ്ങളായ മോനോടി, കടമ്പോട്, മാങ്കുറ്റിപ്പാടം, മുട്ടത്തുകുളങ്ങര, കുട്ടിച്ചിറ എന്നിവിടങ്ങളിലെ ജനങ്ങളെ കോടാലിയുമായി ബന്ധിപ്പിക്കുന്നതാണ് കോടാലി മോനോടി റോഡ്. ഈ റോഡിലെ മാങ്കുറ്റിപ്പാടം, ശാന്തിനഗർ, കടമ്പോട്, കാട്ടുങ്ങൽപ്പടി എന്നിവിടങ്ങളിലാണ് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. റോഡ് ഉയർത്തി ടൈൽ വിരിക്കുകയും വശങ്ങളിലെ കാനകൾ പുനരുദ്ധരിച്ച് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ യാത്രാ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണു. അപകടത്തിൽ
കാറിന്റെ മുൻഭാഗം തകർന്നു. കാറിനെതിരെ വന്നിരുന്ന ലോറി തെറ്റായ ദിശയിലേക്ക് കയറിയപ്പോൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനായി സൈഡിലേക്ക് ഒതുക്കിയ കാർ സ്ലാബിന്റെ മുകളിൽ കയറി നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. TCV ന്യൂസ് DTP സ്റ്റാഫ് VR ബിജോയിയുടെ പിതാവ് ചേറ്റുപുഴ വാഴപ്പള്ളി കുമാരൻ മകൻ രാമദേവൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1-ന് ലാലൂർ ശ്മശാനത്തിൽ നടക്കും. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കൃത്യമായ ഇടവേളകളിൽ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂറ്റ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. പുല്ലൂറ്റ് ഏരിയ പ്രസിഡന്റ് ON ജയദേവൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറി TJ ജെമി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രശ്മി ബാബു, P പരമേശ്വരൻകുട്ടി, രേഖ സൽപ്രകാശ്, രഞ്ജിത രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി കൊടുങ്ങല്ലൂരിലെ 2 പതിറ്റാണ്ടിലേറെയായി നിത്യപൂജ മുടങ്ങി ക്ഷയിച്ചു കിടന്നിരുന്ന മരത്തംപള്ളി പഴയടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പിനുമായി ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. നാട്ടുകാരായ ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിയാണ് പഴയടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ 15-അംഗ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ട്രസ്റ്റിലേക്കുള്ള അംഗത്വ വിതരണോദ്ഘാടനം 14-ന് രാവിലെ 9-ന് ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ അഴകത്ത് മനയ്ക്കൽ മാധവൻ നമ്പൂതിരി നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ AN നാരായണൻ നമ്പൂതിരി, PG ജയകുമാർ, AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, AN നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണം നടത്തുന്ന ചക്രാപുരം മഹാവിഷ്ണു ഉപക്ഷേത്രത്തിന്റെ ഉത്തരംവെപ്പ് നടന്നു. തന്ത്രി ചെറുകുന്നത്ത് മന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്തരത്തിന്റെ പൂജ നടന്നു. തുടർന്ന് ക്ഷേത്രപ്രദക്ഷിണത്തിന് ശേഷം മുഖ്യാചാരി എളവള്ളി ശിവദാസൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഉത്തരംവെപ്പ് നടത്തി. ദേവസ്വം ഓഫീസർ PC വിഷ്ണു, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, ജീവനക്കാർ, നിരവധി ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നാട്ടിക പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ രാകേഷ് ശർമ്മയെ ചടങ്ങിൽ ആദരിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, CM നൌഷാദ്, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 1,12,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-ന് കനത്ത തിരിച്ചടി. AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് AC മൊയ്തീൻ MLA. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ട് ജില്ലയിൽ തുടരുന്നു.
കുന്നംകുളത്ത് കുക്കറിലെ ചോറിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ചാലക്കുടിയിൽ ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. കാലവർഷം സജീവമായതോടെ ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. മണലൂരിൽ മരം കടപുഴകി വീണ് യുവാവ് മരിച്ചു. ചെങ്ങാലൂരിൽ കിണറും പൂക്കോട് വീട്ടുമതിലും ഇടിഞ്ഞു വീണു. പാലപ്പിള്ളിയിൽ വിനോദയാത്രാ സംഘം മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി അബ്ദുൽ ഖാദറിനാണ് കുത്തേറ്റത്. 3 പേരെ പോലീസ് പിടികൂടി. ജില്ലയിൽ ട്രോളിംഗ് നിരോധനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 9 മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത്. ചന്ദ്രാപിന്നിയിൽ കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന വ്യാപാരിയുടെ സ്വർണമാല കവർന്നു. ചന്ദ്രാപിന്നി സ്വദേശി മനോഹരന്റെ 2.5 പവന്റെ സ്വർണമാലയാണ് കവർന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ